എപ്പോഴും മാരകവും നൂതനവുമായ ആയുധങ്ങൾ പരീക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ടെക്നോളജിയിൽ വളരെ മുന്നേറിയ ചൈന അവരുടെ പ്രതിരോധ രംഗത്ത് അത് വളരെ വിദഗ്ധമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവരുടെ ആയുധങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ കഴിയും. അവരുടെ ആയുധങ്ങളെല്ലാം രഹസ്യമാണ്. അത് മറ്റാർക്കും അവർ നൽകുകയുമില്ല. പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായ ആയുധങ്ങൾ അവർക്ക് നൽകില്ല. അവരുടെ അടുത്ത സഖ്യകക്ഷിയായ പാകിസ്ഥാന് പോലും അത് നൽകില്ല എന്നതാണ് പൊതുവിൽ പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ചൈന നിഗൂഢതകളുടെ ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആയുധങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വളരെ പരിമിതമായി മാത്രമേ ലോകത്തിന് അറിയാവൂ. എന്നാലും മറ്റു ചില ആയുധമേളകളിൽ പ്രദർശിപ്പിച്ച ചില ആയുധങ്ങളെക്കുറിച്ച് ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നുണ്ട്. അതിലൊന്നാണ് ചൈനയുടെ ഏറ്റവും മാരകമായ പുതിയൊരു ആയുധം. ഇപ്പോഴത്തെ പുതിയ വാർത്ത, അതിർത്തിയിൽ ചൈന മാരകമായ ഐസ് ഹണ്ടർമാരെ വിന്യസിച്ചതോടെ ഇന്ത്യ പുതിയ ഭീഷണി നേരിടുന്നു എന്നാണ്. പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ് പോലുള്ള ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ. ചൈനയുടെ ഏറ്റവും മാരകമായ ആളില്ല ഗ്രൗണ്ട് വാഹനങ്ങൾ ഷാർപ്പ് ക്ലോ 1ഉം ഷാർപ്പ് ക്ലോ 2ഉമാണ്. ഇത് 2 തരം ചൈനീസ് സൈനിക UGVകളാണ്. നമ്മൾ ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോഴെല്ലാം ലോകത്ത് സംഘർഷങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ആദ്യം ഇസ്രായേൽ പാലസ്തീൻ, പിന്നീട് റഷ്യ ഉക്രൈൻ, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ, ചൈന തായ്വാൻ സംഘർഷം, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. അങ്ങനെ നിരവധി സംഘർഷങ്ങൾ ഉയർന്നു വരുന്നു, താൽക്കാലികമായി കെട്ടടങ്ങുന്നു, സംഘർഷ സാധ്യതകൾ അവശേഷിപ്പിക്കുന്നു. അങ്ങനെ സംഘർഷം വാർത്തകളിൽ സ്ഥിരമായി ഇടം നേടിയതായി തോന്നുന്നു, അല്ലേ? സമാധാനം ഇത്രയും അകലെയായിരിക്കുന്ന ഒരു കാലം ഒരിക്കലും കണ്ടിട്ടില്ല. ചൈനയും പാകിസ്ഥാനും സ്വാഭാവിക സഖ്യകക്ഷികളാണോ? ചൈന നേരിട്ട് യുദ്ധങ്ങളിൽ ഏർപ്പെടില്ലായിരിക്കാം, പക്ഷേ അവർ നിഴൽ യുദ്ധങ്ങൾക്ക് പൂർണ്ണമായും തയ്യാറാണ്. അവരുടെ ചില ആയുധങ്ങൾ വളരെ ആധുനികവും നൂതനവുമാണ്, പക്ഷേ ചൈന അവ ലോകത്തിന് കാണിക്കുന്നില്ല. മാത്രമല്ല, അത്തരം ഉയർന്ന തലത്തിലുള്ള സാങ്കേതിക വിദ്യ പങ്കിടാൻ ആഗ്രഹിക്കാത്തതിനാൽ സ്വാഭാവിക സഖ്യകക്ഷിയായ പാകിസ്ഥാന് സൂപ്പർസോണിക് മിസൈലുകൾ പോലും അവർ നൽകുന്നില്ല. ശത്രുക്കൾക്കെതിരെ സൈനിക രഹസ്യങ്ങളും മറ്റും മറച്ചുവെക്കാൻ ചൈന എത്രത്തോളം സമർത്ഥനും വിവേകിയുമാണെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. എന്താണ് ആളില്ല ഗ്രൗണ്ട് വെഹിക്കിളുകൾ അഥവാ UGV? ഷി ജിൻപിങ്ങിൻ്റെ ചൈന അവരുടെ സമർത്ഥമായ യുദ്ധതന്ത്രങ്ങൾക്കും നൂതനവും ശക്തവുമായ ആയുധങ്ങൾക്കും പേരുകേട്ടതാണ്. മുമ്പ് ചൈന സൈനികരെ വളരെയധികം ആശ്രയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ യന്ത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് മനുഷ്യ സൈനികരുടെ ആവശ്യകത കുറയ്ക്കുന്നു. അതിനാൽ മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ നിലത്ത് യുദ്ധം ചെയ്യാനുള്ള കഴിവുള്ള റോബോട്ടുകളായ ആളില്ല ഗ്രൗണ്ട് വെഹിക്കിളുകൾ UGV അവർ വൻതോതിൽ നിക്ഷേപം നടത്തുകയാണ്. ചൈനയിൽ നിന്നുള്ള ഈ ഏറ്റവും പുതിയ നീക്കം ഇന്ത്യയെ വളരെ അപകടകരമായ അവസ്ഥയിലാക്കിയേക്കാം. മനുഷ്യ ഓപ്പറേറ്റർ ഇല്ലാത്ത യന്ത്രങ്ങളാണ് UGVകളും ആളില്ല ഗ്രൗണ്ട് വെഹിക്കിളുകളും. ഒരു UGV റിമോട്ട് കൺട്രോളിൽ നിയന്ത്രിക്കാൻ കഴിയും, പക്ഷേ പരിശീലനമുള്ള ഒരു സൈനികനെ പോലെ തന്നെ വിനാശകരവുമാണ്. സായുധ സേനയ്ക്കുള്ള ആധുനികവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ചൈന UGVകളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്നു. ഹിമാലയൻ അതിർത്തി പ്രദേശങ്ങൾ പോലുള്ള ദുഷ്കരവും വിദൂരവുമായ സ്ഥലങ്ങളിൽ സൈന്യത്തിൻ്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും തന്ത്രപരമായി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും UGVകൾ ഉപയോഗിക്കുന്നു. ആളില്ല ഗ്രൗണ്ട് വെഹിക്കിളുകൾക്ക് മനുഷ്യ ആശ്രിതത്വം കുറയ്ക്കാൻ കഴിയുമോ? പരമ്പരാഗത സൈനികരെ ആശ്രയിക്കുന്നത് ക്രമേണ കുറയ്ക്കുകയും പ്രതിരോധ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതാണ് ചൈനയുടെ താൽപ്പര്യവും ലക്ഷ്യവും. ഈ താൽപ്പര്യം പ്രധാനമായും ഇൻഡോ പസഫിക് മേഖലയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പ്രാദേശിക നിരീക്ഷണം, അതിർത്തി സുരക്ഷ, ലോജിസ്റ്റിക്സ് എന്നിവയ്ക്കായി സൈന്യത്തിന് ഉപയോഗിക്കാൻ എളുപ്പമുള്ളതാണ് ആളില്ല ഗ്രൗണ്ട് വെഹിക്കിളുകൾ. ആധുനിക യുദ്ധവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ കാരണം UGVകളുടെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു പുതിയ ഭീഷണി നേരിടുന്നു. അരുണാചൽ പ്രദേശ് ഒരു അപകട സാധ്യത ഉയർത്തുന്നുണ്ടോ? ഹിമാലയൻ അതിർത്തി, കുന്നിൻ പ്രദേശങ്ങൾ, മഞ്ഞു മൂടിയ റൂട്ടുകൾ, വിദൂര പ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള തർക്ക പ്രദേശങ്ങളിൽ പെട്രോളിങ്ങിനും നിരീക്ഷണത്തിനുമായി ഈ വാഹനങ്ങൾ ഉപയോഗിക്കാൻ ചൈന ഉദ്ദേശിക്കുന്നു. ചൈനീസ് അതിർത്തിയിൽ ഇത്തരം വാഹനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വർദ്ധിച്ചു വരുന്ന ആശങ്ക സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ്, ടിബറ്റ് പോലുള്ള ദുർബല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മെഷീൻ ഗൺ ഘടിപ്പിച്ച ആളില്ല വാഹനങ്ങളുടെ സാന്നിധ്യം. ചൈനയിലെ ആളില്ല ഗ്രൗണ്ട് വാഹനങ്ങളുടെ തരങ്ങൾ എന്തൊക്കെയാണ്? അവ മറ്റുള്ളവയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു?
ചൈനയിലെ ഏറ്റവും മാരകമായ ആളില്ല ഗ്രൗണ്ട് വാഹനങ്ങൾ ഷാർപ്പ് ക്ലോ 1ഉം ഷാർപ്പ് ക്ലോ 2ഉമാണ്. ഇവ 2 തരം ചൈനീസ് മിലിറ്ററി യുജിവികളാണ്. ഷാർപ്പ് ക്ലോ 1ന് ഏകദേശം 120 കിലോഗ്രാം ഭാരമുണ്ട്. 6 കിലോമീറ്റർ പരിധിയിൽ പ്രവർത്തിക്കാൻ കഴിയും. ഇതിന് ദുർഘടമായ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാനും 7.62 mm ലൈറ്റ് മെഷീൻ ഗൺ ഘടിപ്പിക്കാനും യുജിവിയുടെ ഹള്ളിൽ ക്യാമറയും ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഉപകരണങ്ങളുമുണ്ട്. ഷാർപ്പ് ക്ലോ 2 നവീകരിച്ച പതിപ്പാണ്. മൾട്ടി പർപ്പസ് ദൗത്യങ്ങൾക്ക് കഴിവുള്ളതാണ്. ഗുഹകൾ, കെട്ടിടങ്ങൾ, തുരങ്കങ്ങൾ എന്നിവ ലക്ഷ്യമിടാൻ ഷാർപ്പ് ക്ലോ 2 ഉപയോഗിക്കാം. കൂടാതെ റിമോട്ട് കൺട്രോൾ ആയുധ ഫയറിംഗ് ശേഷിയും ഉൾപ്പെടുന്നു. ഈ യുജിവികൾ വളരെ മാരകമാണ്. വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ചൈനയിൽ മറ്റ് നൂതന യുജിവികളും ലഭ്യമാണ്. അത്തരം യുജിവികളിൽ ഒന്നാണ് മ്യൂൾ 200 അൺമാൻഡ് റോബോട്ടിക് വെഹിക്കിൾ. സപ്പോർട്ട് റോളുകൾക്കായാണ് ഇത് ഉപയോഗിക്കുന്നത്. 500 കിലോഗ്രാം പ്രവർത്തന ഭാരമുള്ള ഒരു സപ്പോർട്ട് യുജിവിയാണ് മ്യൂൾ 200. മ്യൂൾ 200ന് 200 കിലോഗ്രാം അധികമായി വഹിക്കാൻ കഴിയും. മ്യൂൾ 200ന് ഏകദേശം 50 കിലോമീറ്റർ പരമാവധി റോഡ് റേഞ്ചും മണിക്കൂറിൽ 50 കിലോമീറ്ററുമാണ് പരമാവധി വേഗത. ദൗത്യത്തിലുടനീളം മെച്ചപ്പെട്ട സുരക്ഷയ്ക്കായി മ്യൂൾ 200 ബാലിസ്റ്റിക് പരിരക്ഷയോടെയാണ് വരുന്നത്. 2020 ഫെബ്രുവരിയിൽ അബുദാബിയിൽ നടന്ന അൺമാൻഡ് സിസ്റ്റംസ് എക്സിബിഷൻ ആൻഡ് കോൺഫറൻസിലാണ് മ്യൂൾ 200 ആദ്യമായി പ്രദർശിപ്പിച്ചത്. റോബോട്ടിക് നായ്ക്കൾ, ചെന്നായ്ക്കൾ എന്തിനാണ് ചൈന ഇപ്പോൾ ഉപയോഗിക്കുന്നത്? ശബ്ദം തിരിച്ചറിയൽ, സാധനങ്ങൾ കൊണ്ടുപോകൽ, നിരീക്ഷണം, സാധ്യതയുള്ള ആക്രമണങ്ങൾ എന്നിവയിൽ വൈദഗ്ധ്യം നേടിയ QUGV വൂൾഫ് പോലുള്ള ക്വാഡ്രൂപെഡൽ മോഡലുകൾ ചൈന വികസിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഡ്രാഗൺ, ഹോഴ്സ് സെക്കൻഡ്, 8x8 UGV പോലുള്ള മറ്റു മോഡലുകളും അതിർത്തിയിൽ വിന്യസിക്കുന്നുണ്ട്. ഈ വാഹനങ്ങൾക്ക് കനത്ത ഭാരം വഹിക്കാനും കവചിത ശേഷിയുമുണ്ട്. ചൈനയുടെ UGV വിപണിയുടെ മൂല്യം വളരെ വലുതാണ്. 2023 ചൈനയുടെ UGV വിപണിയുടെ മൂല്യം 192.3 ദശലക്ഷമായിരുന്നു. 2039 ആകുമ്പോഴേക്കും ഇത് 321.5 ദശലക്ഷമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചൈനീസ് UGVകളുടെ വിപുലമായ കഴിവുകൾ കാണിക്കുന്നത് ചൈന കുറഞ്ഞ ചെലവിൽ അപകടകരമായ ദൗത്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്നാണ്. ഇന്ത്യൻ അതിർത്തിക്കുള്ളിലെ ടിബറ്റിലെ സ്പാസിൽ 88 ഷാർപ്പ് ക്ലോ 1 UGVകൾ. ഡെയിലി മെയിലിൻ്റെ 2023 ലേഖനമനുസരിച്ച് ഇന്ത്യൻ അതിർത്തിക്കുള്ള ടിബറ്റിലെ സ്പാസിൽ ചൈന 88 ഷാർപ്പ് ക്ലോ 1 UGVകൾ വിന്യസിച്ചു. അതേസമയം 38 ഷാർപ്പ് ക്ലോ യൂണിറ്റുകൾ അതിർത്തി മേഖലയിൽ വിന്യസിച്ചിരുന്നു. ഇവയുടെ അപകടകരമായ രൂപകൽപ്പനയും എവിടെയും പൊരുത്തപ്പെടാനുള്ള കഴിവും ഇന്ത്യൻ അതിർത്തികൾക്ക്, പ്രത്യേകിച്ച് ചൈന വർഷങ്ങളായി ഉറ്റുനോക്കുന്ന അരുണാചൽ പ്രദേശിന് അവ ഒരു പ്രധാന സുരക്ഷാ ഭീഷണിയാകുന്നു.